കാലിക്കറ്റ് സർവകലാശാല സെനറ്റിലേക്ക് ഗവർണർ നാമനിർദ്ദേശം ചെയ്ത അംഗങ്ങൾക്ക് പോലീസ് സംരക്ഷണം നൽകണമെന്ന് ഹൈക്കോടതി. പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് ബാലൻ പുത്തേരി ഉൾപ്പെടെയുള്ളവർ നൽകിയ ഹർജിയിലാണ് കോടതി ഇടപെടൽ. SFI നേതാക്കൾക്ക് പ്രത്യേക ദൂതൻ മുഖേന ഹൈക്കോടതി നോട്ടീസ് നൽകും. വിവരങ്ങളുമായി രേഷ്മ ചേരുന്നു. രേഷ്മ, SFI നേതാക്കൾക്ക് അല്ലെങ്കിൽ SFIയുടെ സംസ്ഥാന ഘടകത്തിനേറ്റ ഒരു തിരിച്ചടി തന്നെയാണ് ഇപ്പോഴത്തെ കോടതിയുടെ ഒരു വിലയിരുത്തൽ അല്ലെങ്കിൽ കോടതിയുടെ ഇപ്പോഴത്തെ ഒരു നിർദ്ദേശം എന്നല്ലേ നമുക്ക് കണക്കാക്കാൻ സാധിക്കുക? അതെ വിനീഷ്, കാലിക്കറ്റ് സെനറ്റിലേക്ക് ഗവർണർ നാമനിർദ്ദേശം ചെയ്ത പത്മശ്രീ ബാലൻ പൂതേരി അടക്കമുള്ള 8 പേർക്കാണ് 8 അംഗങ്ങൾക്കാണ് പോലീസ് സംരക്ഷണം നൽകാനായിട്ട് ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. തങ്ങളുടെ ജീവന് ഭീഷണിയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ബാലൻ പൂതേരി അടക്കമുള്ളവർ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. ഈ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. തേഞ്ഞിപ്പാലം SHO ഈ 8 അംഗങ്ങൾക്കും ആവശ്യമായിട്ടുള്ള സംരക്ഷണം നൽകണമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഹൈക്കോടതി വിശദമായിട്ട് ഈ മാസം 27-ന് വീണ്ടും പരിഗണിക്കാനായിട്ട് മാറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സെനറ്റിന്റെ ആദ്യ യോഗത്തിന് എത്തിയ തങ്ങളെ SFIയുടെ നേതാക്കന്മാർ തടഞ്ഞു. ഒപ്പം തന്നെ ഭീഷണിപ്പെടുത്തി ഇനി ഈ അംഗങ്ങളുടെ ഒക്കെ വീടുകൾ തങ്ങൾക്കറിയാം, സെനറ്റിൽ പങ്കെടുക്കാനായിട്ട് അനുവദിക്കത്തില്ല, ഒപ്പം തന്നെ ജീവന് ഭീഷണിയാകുന്ന തരത്തിലുള്ള പരാമർശങ്ങളും SFI നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. അതുകൊണ്ട് തന്നെ സംരക്ഷണം വേണമെന്നുള്ള ഒരാവശ്യമാണ് ഹർജിയിൽ ബാലൻ പൂതേരി അടക്കമുള്ളവർ വ്യക്തമാക്കിയത്. എന്നാലും സാധകമായിട്ട് പറയുകയാണെങ്കിൽ SFIയെ സംബന്ധിച്ച് തിരിച്ചടി തന്നെയാണ്. SFIയുടെ സംസ്ഥാന ഭാരവാഹികൾ, ജില്ലാ ഭാരവാഹികൾ എന്നിവർക്കാണ് ഹൈക്കോടതി പ്രത്യേക ദൂതൻ മുഖേന നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഇവരുടെ മറുപടിയും കൂടി അടുത്ത തവണ ഹർജി പരിഗണിക്കുന്ന വേളയിൽ ഹൈക്കോടതി കേൾക്കും. എന്തായാലും ജീവന് ഭീഷണി ഉണ്ട് എന്നുള്ള ബാലൻ പൂതേരി അടക്കമുള്ളവർ നൽകിയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ആക്ഷേപത്തിന് മേലാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടായിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ അടുത്ത സെനറ്റ് യോഗത്തിലേക്ക് ഈ 8 അംഗങ്ങളും എത്തുമ്പോൾ പോലീസിന്റെ സംരക്ഷണതയോടുകൂടിയായിരിക്കും അല്ലെ ഇവർ സെനറ്റ് യോഗത്തിലേക്ക് എത്തുക? ഈ 8 അംഗങ്ങൾക്കും, അതായത് ഗവർണർ നാമനിർദ്ദേശം ചെയ്ത ബാലൻ പൂതേരി ഉൾപ്പെടെയുള്ള 8 അംഗങ്ങൾക്കും അവരുടെ ജീവനെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള എല്ലാവിധ സംരക്ഷണവും പോലീസ് ഒരുക്കണമെന്നുള്ളതാണ് ഹൈക്കോടതി ഇടക്കാല ഉത്തരവിലൂടെ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എവിടെ പോയാലും അവർക്ക് ആവശ്യമായിട്ടുള്ള സംരക്ഷണം പോലീസിന് ഒരുക്കേണ്ടി വരും. ഇത് സംബന്ധിച്ച് നേരത്തെ, അതായത് തങ്ങൾക്ക് ഭീഷണി ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടി SHOയ്ക്ക് അടക്കം ബാലൻ പൂതേരി പരാതി നൽകിയെങ്കിലും അതിൽ കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിച്ചില്ല. മാത്രവുമല്ല, ഈ കാലിക്കറ്റ് സർവകലാശാല അധികൃതരും പോലീസും കഴിഞ്ഞ ദിവസം ഈ സെനറ്റ് യോഗത്തിനിടെ ഇവരെ തടഞ്ഞ സമയത്ത് മൂകസാക്ഷികളായിട്ട് നിലകൊള്ളുകയായിരുന്നു. യാതൊരുവിധ നടപടിയും പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല എന്നുള്ള ആക്ഷേപവും ഹർജിക്കാർ ഹൈക്കോടതിയിൽ ഉന്നയിച്ചിരുന്നു. എന്തായാലും കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന്റെ സംരക്ഷണത്തോടുകൂടി ഇവർക്ക് സെനറ്റ് യോഗത്തിന് അടക്കം എത്താൻ സാധിക്കും. കാലിക്കറ്റ് സർവകലാശാലയിൽ ഗവർണർ നിയോഗിച്ച സെനറ്റ് അംഗങ്ങളെ തടഞ്ഞ SFI പ്രവർത്തകർക്ക് തിരിച്ചടിയായിരിക്കുന്നു. നിലവിൽ പോലീസ് സംരക്ഷണം ഒരുക്കണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് രേഷ്മ കൊച്ചിയിൽ നിന്ന് നൽകിയത്.